നാം ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ സമയം വേർതിരിക്കണം. തിരക്കാന്നും പറഞ്ഞു മാറരുത്. നാം ആയിരിക്കുന്നിടത്ത് പല വാക്കുകൾ, പല ഫോൺ കോളുകളോ മെസ്സേജോ ചാറ്റിങ്ങോ ഒക്കെ നമുക്ക് നേരെ കടന്നു വന്നേക്കും. അതിനെ തിരിച്ചറിയുവാൻ, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുവാൻ കർത്താവുമായിട്ടൊരു ബന്ധം വേണം. കർത്താവിന്റെ കൃപയിൽ ദൈവം നോ പറഞ്ഞതിലേക്ക് കൈനീട്ടരുത്. കൈനീട്ടിയാൽ തോട്ടത്തിന് വെളിയിൽ കഷ്ടത കാത്തിരിപ്പുണ്ട്. ഏദനിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന കഷ്ടത, മാനവരാശി മുഴുവൻ ഇന്നും അനുഭവിക്കുന്ന വ്യഥകൾ, ഇതെല്ലാം ആ തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായതാ. നീ ധരിച്ചിരിക്കുന്ന രക്ഷയുടെ ഈ ഉടുപ്പ് നാം ധരിക്കുമ്പോൾ രക്ഷയുടെ വസ്ത്രത്തിനകത്ത് നമ്മൾ സേഫായിട്ടിരിക്കുക. എന്നാൽ സാത്താൻ പുറത്തുനിന്ന് പറയുക ദൈവഹിതമില്ലാത്തതിലേക്ക് കൈനീട്ടാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലേക്ക് കൈനീട്ടുമ്പോൾ രക്ഷയുടെ ഉടുപ്പ് അഴിച്ചു വെച്ചിട്ട് പുറത്തു പോകുമ്പോൾ നിന്നെ നോക്കി നിൽക്കുന്നത് പുറത്തെ സുഖങ്ങളോ സന്തോഷങ്ങളോ അല്ല. നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയാത്ത വലിയ ശാപമാണ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒരിക്കൽ കൃപയുടെ ദാനം ആസ്വദിച്ചിട്ട്, കൃപയുടെ ആത്മാവിനെ പ്രാപിച്ചിട്ട് മനഃപൂർവ്വം പാപം ചെയ്ത് അതിനെ നഷ്ടമാക്കിയ പിന്നെ നിന്നെ രക്ഷിക്കാൻ ഇനി രണ്ടാമതൊരു യാഗം അവശേഷിക്കുന്നില്ല. ഏകന്റെ പാപത്താൽ, ലംഘനത്താൽ പാപം വന്നെങ്കിൽ, ശാപം വന്നെങ്കിൽ, ഏകന്റെ അനുസരണത്താൽ, ഏകന്റെ കാൽവറി മരണത്താൽ അതിന്റെ നീക്കുപോക്കും വന്നു. ഇനിയും ഒരു യാഗമില്ല, ഇനിയും ഒരു രക്ഷയില്ല. യേശുവിലൂടെ മാത്രമുള്ള രക്ഷ, യേശുവിലൂടെ മാത്രമുള്ള വിടുതൽ.